വെള്ളത്തിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വാഴയ്ക്കൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കായ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞു പോട്ടെ. ഇനി നമുക്ക് ഈ കായ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഏകദേശം ഒരേ കനത്തിൽ വരണം കേട്ടോ, അല്ലെങ്കിൽ ഉണക്ക് പല വിധത്തിലായി പോകും. അപ്പം ഉപ്പേരിക്കുള്ള വാഴയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഇരിക്കുന്ന 2 കായ വെച്ച് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കായ ഇങ്ങനെ കട്ട പിടിക്കാതെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. കൈ കൊണ്ട് പയ്യങ്ങനെ തേച്ച് നിൽക്കാൻ. ഉപ്പേരി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ശരിക്കും ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ മഞ്ഞളോ കളറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വിളഞ്ഞ കായാണെങ്കിൽ ആ കളറ് അങ്ങനെ തന്നെ കിട്ടും. ബാക്കിയുള്ളത് നമുക്കതുപോലെ തന്നെ വറുത്തെടുക്കാം. നമ്മുടെ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞു. നിങ്ങൾ ഓർക്കും ഇതിനകത്ത് എന്തായിരിക്കും ഉപ്പ് ഇടുന്നില്ലായിരിക്കും അല്ലേ? നമ്മുടെ ഉപ്പ് പൊടിയാണ്. ഇതിലേക്ക് ഞാനിങ്ങനെ തൂളി കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തണുപ്പ് പോകത്തില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി. നമുക്ക് ആ ശർക്കര വരട്ടിക്കുള്ള കായ അരിഞ്ഞെടുക്കാം. ഇതുപോലെ നടുവ് കീറിയിട്ട് ഇച്ചിരി കട്ടിയുള്ള കഷ്ണങ്ങളാക്കി അരിയും. ഈ എണ്ണയുടെ ചൂടാറും മുമ്പേ നമുക്ക് ശർക്കര വരട്ടിക്കുള്ള
കായം കൂടി അങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര വരട്ടിയുടെ കായൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയാണ്. ഇത് നമുക്കൊന്ന് ഒഴിച്ച് പാനിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കര ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ശർക്കര വരട്ടിക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടിയും പൊടിച്ചതാണിത്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു 100 ഗ്രാം പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിരുന്നു. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെഡി ആയില്ലോ.